ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കാം. തമിഴ്നാട് സ്റ്റൈലാണ്. നമുക്ക് ഇതേ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് സവാളയൊക്കെ നല്ലെണ്ണയിൽ വാട്ടി നല്ല ടേസ്റ്റായിട്ട് കറി വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. നമുക്ക് ചിക്കൻ്റെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നല്ല കറിക്ക് നല്ല മണമാണ്. നമുക്കത് ഉണ്ടാക്കുമ്പോഴേ നല്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കാം. നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് തമിഴ്നാട് ചിക്കൻ കറിയാണ്. ചിക്കൻ കുളമ്പെന്ന് പറയും. നമുക്കപ്പം അത് ചെയ്ത് തുടങ്ങിയാലോ. നമുക്കത് ഇതേ നല്ലെണ്ണയിൽ ചെയ്യാം. ആദ്യം ചിക്കൻ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് പാനിൽ കുറച്ച് നല്ലെണ്ണ ചേർത്തിട്ട് അതിനകത്ത് കുറച്ച് പെരുംജീരകം മാത്രം വറുത്തെടുക്കാം. മറ്റുള്ള കറുവാപ്പട്ട അതെല്ലാം നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചതച്ചതും ചേർത്ത് സവാളയും ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരുംജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് സവാളയുടെ ഒന്ന് ചേർക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള. നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നല്ലെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളിക്കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമുക്കിതിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. എരിക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് മുളക് പൊടി ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പം നമുക്ക് ചിക്കനും കൂടി ഇതിൽ ചേർക്കാം. നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനും ചേർക്കാം. ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. തമിഴ്നാട്ടിലെ കറികളാണ് ഇതൊക്കെ. അത് ചിക്കൻ കുളമ്പെന്ന് പറയും. നല്ല ടേസ്റ്റാണിതൊന്ന്. നല്ലപോലെ ഇളക്കി നമ്മൾ ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ചേർത്ത് നമുക്കിനി നല്ലപോലെ ഇളക്കി ഉപ്പും നോക്കി അടച്ച് സിമ്മിൽ വെച്ച് നമ്മളൊരു 10-40 മിനിറ്റ് വേവിച്ചെടുക്കണം. ആദ്യം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിൽ വയ്ക്കാം. ഒരു 40-45 മിനിറ്റ് മതിയാവും ചിക്കൻ വെന്തെടുക്കാൻ. നല്ലപോലെ ഉപ്പെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വേവിക്കാം. ചിക്കനൊക്കെ എപ്പോഴും നല്ലപോലെ വേവിച്ചെടുക്കണം. മീനിൻ്റെ കൂട്ടല്ല, ചിക്കന് നല്ല വേവുണ്ട്. 10-45 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. എപ്പോഴാണ് നമുക്ക് ഈ കോഴികൾക്കൊക്കെ അസുഖം വരുന്നത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിക്കൻ നല്ലപോലെ വേവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയാണ്. നല്ല അതിൻ്റെ മണം പ്രത്യേകതയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന്, പക്ഷേ ഇതേ നല്ലെണ്ണ വെച്ചിട്ട് ചെയ്യുമ്പം നല്ല മണമാണ്. അറിയുമ്പോഴേ ഉള്ളൂ നമുക്ക് ഇതിന് ഇതേ നല്ലെണ്ണയാണെന്ന്. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. നല്ല ടേസ്റ്റാണുള്ളത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും ഏറ്റവും നല്ലത്, ചോറിനും നല്ലതാണ്, അപ്പത്തിനുമൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക.